എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, ബസൂക്ക, കൂലി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് തലൈവൻ തലവി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിജയ് സേതുപതി, നിത്യമേനോനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ഡ് വെർഷൻ അവൈലബിൾ അല്ല. അടുത്തൊരു അപ്ഡേറ്റ് മാരീശൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വടിവേലും ഫൗതുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മാരീശൻ സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഈ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷയിലും സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ധീരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ശാന്തമി രാത്രിയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. റൊമാൻറ്റിക്കൽ മൂവിയാണ് ശാന്തമി രാത്രിയിൽ. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് താളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2021 സിനിമ റിലീസായത്. ഒരു ക്യാമ്പസ് ത്രില്ലറാണ് താളം എന്ന സിനിമ. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. ഷൈനികും ലുക്മാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രം സോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുഗു സിനിമയാണ്. രാജ്ബി ഷെട്ടിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൂഫ്രം സോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഈ വീക്കിൽ ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കാലമായി ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കിയിട്ട്, പക്ഷേ സിനിമ OTTയിൽ റിലീസാകുന്നില്ല. നിഖില വിമലും ഉണ്ണിമുകുന്ദനുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴത്തെ മനോരമ മാക്സിൽ ഓണത്തിനാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യർ നായിക സിനിമയാണ് ഫൂട്ടേജ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം ഫൂട്ടേജിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഓണത്തിന് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്ര കാത്തിരുന്ന് ആരാധകരും അടുത്തു. ഇത്രയും വർഷമായിട്ടും ബാന്ദ്ര സിനിമ റിലീസാക്കുന്നില്ല. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ മൂവിയായിരുന്നു ബാന്ദ്ര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഓണത്തിനാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. എവറേജ് അഭിപ്രായമാണ് DNA സിനിമ നേടിയെടുത്തത്. ആസ്കർ, അന്ന റെച്ചി, റായലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 400 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് കൂലി. രജനീകാന്ത്, അമീർ ഖാൻ, സൗബിൻ തുടങ്ങി ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലോകേഷ് കനകരാജാണ് കൂലി സിനിമ സംവിധാനം ചെയ്തത്. വലിയ ഹൈപ്പോടെയാണ് കൂലി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് കൂലി സിനിമ സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം കൂലി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 30 ദിവസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. സെപ്റ്റംബർ 2nd വീക്കിൽ കൂലി സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക കാത്തിരുന്ന് ആരാധകർക്കും അടുത്തു. കുറേ കാലമായി ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നുവെന്ന് പറയുന്നു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി തിരിച്ചു വരുമ്പോൾ മാത്രമേ ബസൂക്ക സിനിമ റിലീസാക്കുന്ന റിപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മമ്മൂട്ടി തിരിച്ചെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അസുഖങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് ബസൂക്ക OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. സൗബിനാണ് ജിന്നി സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് കുറേ കാലമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഹൊറർ സിനിമയായിരുന്നു സുമതി വളവ്. സിനിമ ഇതിനോടകം തന്നെ 25 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് സുമതി വളവ് നേടിയെടുത്തത്. അർജുൻ അശോകനടക്കം ഒരുപാട് പേര് സുമതി വളവിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചില സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സുമതി വളവ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ സിനിമ ഏറ്റെടുത്തു. ഇപ്പോഴിതാ സുമതി വളവിൻ്റെ OTT റിലീസ് ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന
റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഓണത്തിനായിരിക്കും സുമതി വളവിൻ്റെ OTT റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.